ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്തിൽ പി ആറിനെ പറ്റി സംസാരിച്ചുകൊണ്ട് അനീഷിനെ ഒന്ന് എക്സ്പോസ് ചെയ്യാണ് ലാലേട്ടൻ ചെയ്തത്. 16 ലക്ഷം രൂപയുടെ അനുമോളുടെ പി ആറിനെ പറ്റി ചോദിച്ചുകൊണ്ടാണ് പി ആറിനെ പറ്റിയിട്ടുള്ള ചർച്ച ആരംഭിച്ചത്. ഷാനവാസ് ഉൾപ്പെടെയുള്ളവരോട് അനുമോൾ പി ആറിനെ പറ്റി സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. ബിന്നിയോട് ഇക്കാര്യം അനുമോൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും അപ്പാനിക്കും അനുമോൾക്കും ഒരേ പി ആർ ആണെന്ന് പറഞ്ഞതിനെ പറ്റിയും ബിന്നി പറഞ്ഞു. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദിലയോട് പോലും പറയാത്ത കാര്യം ബിന്നി എങ്ങനെ അറിയുമെന്ന് ചോദിച്ച ആളാണ് ഇപ്പോൾ ലാലേട്ടൻ ചോദിച്ചപ്പോൾ കുറച്ച് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ എമൗണ്ടിലൊക്കെ പി ആർ ചെയ്യാന്നുള്ള ഓഫർ അനുമോൾക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ആ ഒരു എമൗണ്ടിന്റെ കാര്യം അനുമോളുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. പി ആറിന് സമീപിച്ചവർ അവരുടെ റേറ്റ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 15, 16, 20, 25 ഒക്കെ ചോദിച്ചവരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരാളെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തെറ്റുണ്ടായിട്ടും അത് വെളുപ്പിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നവരൊക്കെ എന്തായാലും പി ആർ ആയിരിക്കും. ഷാനവാസിനോട് ചോദിച്ചപ്പോൾ അതും അക്ബറിന്റെ തലയിട്ട് വെക്കാനാണ് നോക്കിയത്. നാട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ലാലേട്ടൻ നൈസായിട്ട് സൂചിപ്പിച്ചു. രഹസ്യം സൂക്ഷിക്കാൻ പറ്റിയ ആളാണ് ഷാനവാസ് എന്ന് ലാലേട്ടൻ ഒന്ന് ട്രോളി. ഒന്ന് ഓർത്തേക്ക്, പി ആർ ഇല്ലെങ്കിൽ ഈ ആഴ്ച ടാസ്ക് കുളവാക്കിയ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത പരിപാടിയൊക്കെ നടത്തിയ ഷാനവാസിനാരെ വോട്ട് ചെയ്യണത്. ഇത് മണ്ടനൊക്കെ വോട്ട് ചെയ്യൂ. എല്ലാവർക്കും പി ആർ ഉണ്ടാവുന്നേ. അതിനുശേഷം പി ആർ എന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന, പി ആർ എന്താണെന്ന് അറിയാത്ത അനീഷിനെ ലാലേട്ടൻ കൈയോടെ പൊക്കി. വർഷങ്ങളായിട്ട് ബിഗ് ബോസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന അനീഷിന് പി ആർ എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ലാലേട്ടൻ ട്രോളി. അതുപോലെ വെറും 3 ദിവസം ഉള്ളപ്പോഴാണ് ബിഗ് ബോസിലേക്ക് വരാനുള്ള കോള് ലഭിച്ചതെന്ന് അനീഷ് പറഞ്ഞത് ലാലേട്ടൻ പൊളിച്ചെടുക്കി. 12 14 ദിവസം മുമ്പ് വിളിച്ചതെന്ന് വേണമെങ്കിൽ തെളിവ് കാണിക്കാമെന്ന് ലാലേട്ടൻ പറഞ്ഞു. ഇതുകൊണ്ട് ബിഗ് ബോസിന്റെ ടീം ഉദ്ദേശിച്ചത് അനീഷിനും പി ആർ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് വന്നേക്കണത് എന്ന് നമുക്ക് കാണിച്ചു തന്നതാണ്. പി ആറിനെ പറ്റി അനീഷ് പറഞ്ഞത് വലിയൊരു എമൗണ്ട് കൊടുത്ത് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് വിജയിയാക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് പി ആർ എന്നാണ് അനീഷിന്റെ അഭിപ്രായം. അക്ബറിന് ചെറിയ തോതിൽ പി ആർ ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് മോനെ പി ആർ ഒക്കെ എന്ന് ആര്യനോട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പി ആർ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു ലാലേട്ടാന്ന് പറഞ്ഞു. ആര്യൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ 100 ഫോട്ടോസ് കൊടുത്തിട്ട് പോകുന്നെന്നാണ് പറഞ്ഞത്. സാവ്മാന് പി ആർ ഇല്ലെന്നും പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ട്രെയിനിങ് തരും, ആക്റ്റീവായിട്ട് നിന്നാൽ അതിന്റെ ക്ലിപ്പുകളൊക്കെ ഷെയർ ചെയ്ത് ഹീറോ ആക്കി മാറ്റുമെന്നാണ് സാവ്മാൻ പറഞ്ഞത്. അനീഷിന് കൊളാബറേഷൻ ഇല്ലെന്ന് പറഞ്ഞത് നൈസായിട്ട് ലാലേട്ടൻ ഒന്ന് പൊളിച്ചു. എന്തായാലും ഇപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് പി ആർ ഉണ്ടെന്നും കൊളാബ് ഉണ്ടെന്നും ഒക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ആ ഒരു ചർച്ച അവസാനിച്ചത്.